അടുത്ത കാലത്തായി ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവ ആരാധന ആചാര അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ എതിരെ ഭരിക്കുന്ന സർക്കാരുകൾ തന്നെ നിലപാടെടുക്കുന്ന കാഴ്ച വ്യാപകമാണ്. പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. ഇതിനൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ, അത് സംരക്ഷിക്കാൻ ചില പ്രത്യേക വിഭാഗങ്ങളെ ഇളക്കി വിട്ട് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ഒക്കെയുള്ള രാഷ്ട്രീയക്കാരുടെ ശ്രമമാണ്. അത് നേട്ടം കൊയ്യാൻ, തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ വേണ്ടി വളരെ ആസൂത്രിതമായി വലിയ ഗൂഢാലോചന നടത്തി നടപ്പാക്കുന്ന പദ്ധതികളാണ് 90%. രാഷ്ട്രീയക്കാർ തന്നെയാണ് അതിൻ്റെ പുറകിൽ. വാസ്തവത്തിൽ മതനേതൃത്വമോ അല്ലെങ്കിൽ മതനേതൃത്വങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥരോ ഭക്തരോ വിശ്വാസികളോ ഒന്നുമല്ല. അവരുടെ വിശ്വാസത്തെ, ഭക്തിയെ വലിയ രീതിയിൽ കലഹത്തിൻ്റെ വക്കിലെത്തിച്ച് മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തമിഴ്നാടാണ്. തമിഴ്നാട് ഭരിക്കുന്ന DMK സർക്കാരും അതിൻ്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ ഇതുപോലെ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ, ആഘോഷങ്ങളെ, അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകളെ ഒക്കെ വിവാദത്തിലാക്കാനും അതിൽ നിന്ന് നേട്ടം കൊയ്യാനും ശ്രമിക്കുന്നു. രണ്ടാമത് നിൽക്കുന്നത് മമതയാണ്, ബംഗാൾ ഭരിക്കുന്ന മമത. അവിടെ ഈ നവരാത്രിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര, ശ്രീരാമനവമിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ഒക്കെ നിരോധിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്. കേരളത്തിൽ പക്ഷേ CPM-ന് അറിയാം, കേരളത്തിൽ BJP-ക്ക് RSS-ന് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് അവർ പ്രത്യക്ഷമായി വന്ന് അതിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ മറ്റു പലരെയും ഇളക്കി വിട്ട് ഇത്തരത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ വളരെ ചിന്തോദ്ദീപകമായ, അതേസമയം രസകരമായ ഒരു വിധി തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു മാതൃകാപരമായ വിധി പറഞ്ഞിരിക്കുന്നു. കേസ് എന്താണെന്നല്ലേ നോക്കൂ. നമുക്കെല്ലാവർക്കും അറിയാം, തിരുപ്പുറക്കുണ്ട്രം ക്ഷേത്രക്കുന്ന് വളരെ വിഖ്യാതമാണ് തമിഴ്നാട്ടിൽ. അവിടെ ഈ തിരുപ്പുറക്കുണ്ട്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അത് നിലകൊള്ളുന്ന ഒരു കുന്നിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതുമായിട്ട് നമുക്കറിയാം. കാർത്തിക വലിയ വിശേഷപ്പെട്ട, പ്രത്യേകിച്ചും ദക്ഷിണ ഭാരതത്തിൽ, തമിഴ്നാട്ടിൽ കാർത്തിക ദീപം തെളിയിക്കുക, അതുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ തിരുപ്പുറക്കുണ്ട്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ കാർത്തിക ദീപം തെളിയിക്കുന്ന ചടങ്ങ് വളരെ പ്രസിദ്ധമാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമാണ്. ഈ സുബ്രഹ്മണ്യന്റെ 6 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുള്ള 6 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ തിരുപ്പുറക്കുണ്ട്രം. എന്തായാലും അവിടെ ദീപം തെളിയിക്കുന്നതിന് ഒരു ക്ഷേത്ര അധികാരികൾ, സർക്കാർ, അവരൊക്കെ വലിയ രീതിയിലുള്ള തടസ്സം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. കാരണം അടുത്ത ഒരു കുന്നിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിം സൂഫി പണ്ഡിതന്റെ അല്ലെങ്കിൽ മുസ്ലിം ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുള്ള ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ കാർത്തിക ദീപം തെളിയിച്ചാൽ അത് ദർഗയ്ക്ക് വലിയ ദോഷം ചെയ്യും എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. എന്താണ് ഇതിൻ്റെ പുറകിലെ യുക്തി എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് GR സ്വാമിനാഥൻ അതിന് കൃത്യമായ മറുപടി ഒരു വിധിയിലൂടെ നൽകിയിരിക്കുകയാണ്. സാക്ഷാൽ സ്വാമിനാഥൻ തന്നെ, മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് സ്വാമിനാഥനിലൂടെ ആ വിധി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഭക്തരും വിശ്വാസികളും ഒരുപോലെ കരുതുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അത് സംബന്ധിച്ച റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഈ ക്ഷേത്ര അധികൃതർ ശ്രദ്ധ കാണിക്കുന്നില്ല. എന്തിന്? ഈ അവരുടെ അധീനതയിലുള്ള കുന്നിൽ
നൂറ്റാണ്ടുകളായിട്ട് കാർത്തിക ആഘോഷിക്കുമ്പോൾ ദീപം തെളിയിക്കുന്ന പതിവുണ്ട്, ചടങ്ങുണ്ട്. അതിന് ഈ ക്ഷേത്ര അധികൃതർ, ഈ ട്രസ്റ്റികൾ, സർക്കാർ ആ സംവിധാനം ശ്രദ്ധ കാണിക്കുന്നില്ല. അത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഇത് ഭാവിയിൽ ഈ ചടങ്ങ് തന്നെ നിന്നു പോകും. അത് ഭക്തരോട് കാണിക്കുന്ന അനീതിയാണ്. ഒരു കൂട്ടം ഭക്തർ സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇവിടെ 2 കുന്നുകളുണ്ട്. കോടതി പറയുകയാണ്, ഒന്നിൽ ഈ കാർത്തിക ദീപം തെളിയിക്കുന്ന ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്, മറ്റൊരു കുന്നിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കുന്നിൽ വലിയ ദീപസ്തംഭമുണ്ട്. അതിലാണ് ഈ കാർത്തിക ദീപം തെളിയിച്ചു പോരുന്നത്. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു ആഘോഷവും ആചാരവുമാണ് ഇത്. ഇവിടെ ദീപം തെളിയിക്കുന്നത് കുന്നിന്മേലുള്ള ദർഗയെ ബാധിക്കുമെന്ന വാദം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? കോടതി ചോദിക്കുകയാണ്. ഉച്ചിപ്പിള്ളയാർ മണ്ഡപത്തിലും ദീപസ്തംഭത്തിലും കാർത്തിക ദീപം തെളിക്കണമെന്നുള്ളത് പൗരാണികമായ ഒരു വിശ്വാസമാണ്. അത് പിന്തുടർന്ന് പോരുന്നതുമാണ്. നമുക്കറിയാം, ക്ഷേത്ര സംബന്ധമായ ആചാരാനുഷ്ഠാനങ്ങളൊന്നും അങ്ങനെ തോന്നിയ പാട് മാറ്റാൻ പറ്റുന്നതല്ല. ഇവിടെ കോടതിയും അത് തന്നെ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല എന്ന്. ഇത് കൃത്യമായിട്ട് MK സ്റ്റാലിന് മുഖമടച്ച് കിട്ടിയ ഒരു അടിയാണ്. വരട്ടെ, ബാക്കി കൂടി കേൾക്കൂ. ഈ വിശ്വാസം, ആ ദീപസ്തംഭം ഇരിക്കുന്ന സ്ഥലം, ഈ നമ്മളെ വിശ്വാസം അനുസരിച്ച് ഭക്തർ കാലങ്ങളായിട്ട് കാർത്തിക ദീപം തെളിയിക്കുന്ന ആ ദീപസ്തംഭം ഇരിക്കുന്ന സ്ഥലം ദർഗയുടേതല്ല, അത് ക്ഷേത്രത്തിൻ്റെതാണ്. ഈ സാഹചര്യത്തിൽ ഭക്തരുടെ ആവശ്യമനുസരിച്ച് അവിടെ ദീപം തെളിക്കണം. ക്ഷേത്രം അധികൃതർ ദീപം കൊളുത്തുന്നില്ല. ദീപം തെളിക്കാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ട് ഭക്തരാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതിൽ ഈ കാർത്തിക ഉത്സവം എന്ന് പറയുന്നത് ദീപങ്ങളുടെ ഉത്സവമാണ്. ദീപാവലി പോലെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലോ കാർത്തിക ദീപം തെളിയിക്കുക, കാർത്തികയ്ക്ക് കാച്ചില് പുഴുങ്ങുക, ഇതൊക്കെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ ഇതായിട്ട് പിന്തുടർന്നു പോരുന്നതാണ്. നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ ഒക്കെ ഉത്സവമാണ്. സ്ത്രീകളുടെ, നാരീശക്തിയുടെ ഉത്സവമാണ് ഈ കാർത്തിക. അവിടെയാണ് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികളുമായിട്ട് ചില രാഷ്ട്രീയ മുതലെടുപ്പിന് വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങൾക്ക് അതിൽ ഒരു പരാതിയുമില്ല. ഈ ദർഗയിലെ വിശ്വാസികൾക്കോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഇതിലൊന്നും ഒരു തടസ്സവാദവുമില്ല. പിന്നെ ആർക്കാണ്? മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ തന്ത്രം പയറ്റുന്ന രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. കേട്ടോളൂ, ബാക്കി കൂടി കോടതി പറഞ്ഞത് എന്താണെന്ന് കേൾക്കണം. ഈ നാട്ടിൽ കോടതികൾക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ ആദരവ് കിട്ടുന്നു? പ്രത്യക്ഷ ദൈവം എന്ന് കോടതികളെ നമ്മൾ കരുതുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പൂജാമുറിയിൽ മാത്രമല്ല ദീപം തെളിക്കേണ്ടത് കാർത്തിക ദിവസത്തിൽ. അത് എല്ലായിടത്തും ആ ദീപം നിറയണം, അതിൻ്റെ പ്രകാശം എല്ലായിടത്തും പരക്കണം. കോടതി പറയുകയാണ്, ഇത് നടക്കുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തണം. അവിടെ ഈ കോടതി ഉത്തരവ് ആരും തടയുന്നില്ല എന്നും പോലീസ് ഉറപ്പാക്കേണ്ടതാണ്. അധികാരികൾ ഈ പറഞ്ഞതുപോലെ ദർഗയെ ബാധിക്കുമെന്ന വാദം അധികാരികൾ ഉന്നയിച്ചതിനെ കോടതി തള്ളിക്കളഞ്ഞു പൂർണ്ണമായിട്ടും. ഇത് എങ്ങനെ ബാധിക്കുമെന്ന് വിശദീകരിക്കാൻ ദർഗയിലെ അധികൃതർക്കും കഴിഞ്ഞിട്ടില്ല. അവരതിന് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആൾക്കാരെയൊക്കെ ഇളക്കി വിട്ട് ഈ പണിയൊക്കെ ചെയ്യിക്കും രാഷ്ട്രീയക്കാർ. പ്രത്യേകിച്ചും MK സ്റ്റാലിൻ്റെ പാർട്ടി അതിനൊന്നും മോശമല്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ ദീപം തെളിച്ചില്ലെങ്കിൽ, ഇതിങ്ങനെ നിരന്തരമായിട്ട് മുടങ്ങിപ്പോയാൽ ഭാവിയിൽ ഈ ചടങ്ങ് തന്നെ നിന്നു പോവും, ഈ ആഘോഷം തന്നെ നിന്നു പോവും, ഈ ആചാരം തന്നെ നിന്നു പോകും. അത് അനുവദിക്കാൻ കഴിയില്ല. ഭക്തരോട് ചെയ്യുന്ന അനീതിയാണ്. എന്തായാലും ചരിത്രം സർക്കാരും പോലീസും അധികാരികളും മറന്നിരിക്കുന്നു. അത് അനുവദിക്കാൻ കഴിയില്ല. ക്ഷേത്രം അധികൃതർ ദർഗ അധികൃതരുടെ ഭാഗത്താണോ അതോ സാഹോദര്യം വേണോ എന്നൊക്കെ ചിന്തിക്കണം. അതേസമയം 2 കൂട്ടരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണം. നമുക്കറിയാം, പല സ്ഥലത്തും ശ്രീരാമനവമി ആഘോഷം
അല്ലെങ്കിൽ ഘോഷയാത്ര, നവരാത്രി ഘോഷയാത്ര ഇതൊക്കെ നടക്കുമ്പോൾ ചില വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ തന്നെ ചില പള്ളികൾ കേന്ദ്രീകരിച്ച് അതിനെതിരെ രംഗത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടേതല്ല, ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം പിന്തുടരുന്നവരുടേതല്ല. ചില ആൾക്കാർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരാധനാലയങ്ങളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. ഇത് ഈ ഒരാളിന് വേണ്ടി മറ്റൊരാളിൻ്റെ അവകാശങ്ങൾ ബലി കഴിക്കാനാകില്ല, കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഈ പറഞ്ഞ ആഘോഷം നടത്തുന്നതിന് തടസ്സപ്പെടുത്താൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അത് നടക്കില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സ്വാമിനാഥൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സാക്ഷാൽ സ്വാമിനാഥൻ്റെ ഉത്തരവാണ്, വിധിയാണ് ഈ ജസ്റ്റിസ് സ്വാമിനാഥനിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു.